നമ്മൾ ജനിച്ചു വീണ ഈ ഭാരതഭൂമിയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കണം എന്നുള്ള സ്വയം സേവകൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യം നേടുന്നതിന് ഉള്ള ഉപകരണമായിട്ടാണ് സംഘത്തെ സ്വയം സേവകൻ കാണുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് പ്രിയയായ ഈ ഭാരതമാതാവിനെ ഉയർത്താനും ഉണർത്താനും ആ ഭാരതമാതാവിൻ്റെ എല്ലാവിധത്തിലുള്ള വിജയം നേടാനും കാരണമായി തീരുന്നത് സംഘത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് സ്വയം സേവകൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സംഘത്തോടുള്ള ഭക്തി, സംഘത്തോടുള്ള നിഷ്ഠ, സംഘത്തോടുള്ള സമർപ്പണം, നിർവ്യാജമായ സംഘത്തോടുള്ള പ്രേമം, അത് സ്വയം സേവകനിൽ സംഘം വളർത്തിയെടുക്കുന്നു. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയിലെ കളരാത്രികളിൽ സംഘത്തെ നിരോധിച്ച് എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളും നിഷേധിച്ചപ്പോൾ ആ കറുത്ത നാളുകളിൽ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് ഭാരതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സ്വയം സേവകന്മാർ സംഘത്തിൻ്റെ ആഹ്വാനമനുസരിച്ച് ഗാന്ധിയൻ രീതിയിൽ സമരത്തിനിറങ്ങിയത്. നിഷ്ഠുരമായ പോലീസിൻ്റെ മർദ്ദനങ്ങളെ അന്ന് ഏറ്റുവാങ്ങി. യാതൊരു പ്രതീക്ഷയില്ലാതെ ഇരുളടഞ്ഞ ജയിലുകൾക്കുള്ളിൽ സ്വയം സേവകർ അടച്ചിട്ടപ്പെട്ടു. അത്രയും കഠിനമായ വെല്ലുവിളികൾ കൺമുമ്പിൽ കാണുമ്പോഴും എന്തുകൊണ്ടാണ് സ്വയം സേവകർ വീണ്ടും സംഘപ്രവർത്തനം തയ്യാറായി പോയത്, സമരത്തിന് പോയത്? കാരണം സംഘത്തോടുള്ള നിഷ്ഠ, സംഘത്തോടുള്ള ഭക്തി, സംഘത്തോടുള്ള സമർപ്പണം, അത് ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ഒരു വികാരമാണ് സ്വയം സേവകനിൽ ഉണ്ടാക്കുന്നത്. ആസാമിലും മറ്റും തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊടുമ്പിരിക്കൊണ്ട് അവിടുത്തെ ജനജീവിതം ദുസ്സഹമായപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും പ്രചാരകന്മാരെ ആസാമിലേക്ക് അയച്ചിരുന്നു. അങ്ങനെ അവിടെ പ്രവർത്തിക്കാൻ പോയ നമ്മുടെ ഒരു പ്രവർത്തകൻ ശ്രീമാൻ മുരളി അവിടെ തീവ്രവാദികളുടെ കരത്തിൽപ്പെട്ട് നമ്മുടെ സഹപ്രവർത്തനായ പ്രചാരകൻ്റെ ശരീരം പോലും നമുക്ക് ലഭിച്ചില്ല. അദ്ദേഹം കൊല്ലപ്പെട്ടു, അദ്ദേഹം ബലിദാനിയായി. അത്തരമൊരു ദുഃഖകരമായ വേദനാജനകമായ ഘട്ടമുണ്ടായപ്പോഴും പിന്നത്തെ വർഷവും ആസാമിലേക്ക് ആരൊക്കെ പോകാൻ തയ്യാറുണ്ട് എന്ന് പ്രചാരകന്മാരുടെ ബൈഠക്കിൽ ചോദിക്കുമ്പോൾ ഞാനുണ്ട് എന്ന് പറഞ്ഞ് പ്രവർത്തകന്മാർ തയ്യാറായതും വീണ്ടും ആസാമിലേക്ക് നമ്മൾ പ്രവർത്തകന്മാരെ തിരഞ്ഞെടുത്ത് അയച്ചതും ഒക്കെ സംഘം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹൃദയത്തുടിപ്പാണ്, അതെൻ്റെ ജീവിതമാണ് എന്ന ഒരു സംഘഭക്തി സ്വയം സേവകനിൽ നമ്മൾ വളർത്തിയത് കൊണ്ടാണ്. അത്തരം സംഘഭക്തി വളർത്തുന്ന അനവധി ഗീതങ്ങളിൽ ഒന്നാണ് ഇപ്പോഴും നമ്മൾ പരിചയപ്പെടുന്നത്. സംഘമൊരേ ജപം ഹൃദയത്തുടിപ്പുകളാവണം, സംഘമാവണമെൻ്റെ ജീവിതം എന്തോ ധന്യമിതിൽ പരം. സംഘമൊരേ ജപം ഹൃദയത്തുടിപ്പുകളാകണം, സംഘമാവണം എൻ്റെ ജീവിതം എന്തോ ധന്യമിതിൽ പരം. പുണ്യഭാരത ദേവിതൻ കഴലൻ മനസ്സിലുറക്കണം, ശൂന്യ ജീവിതമാകയ തിരുശോഭ കൊണ്ടു നിറയ്ക്കണം, തൃപ്പദത്തിലൊഴിഞ്ഞു വയ്ക്കണം ഒക്കെയും പരമാതരം. സംഘമൊരേ ജപം ഹൃദയത്തുടിപ്പുകളാവണം, സംഘമാവണം എൻ്റെ ജീവിതം എന്തു ധന്യമിതിൽ പരം. ഈ പുണ്യ ഭാരത ദേവിയുടെ സ്വരൂപം എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി നിറച്ചു നിർത്തുന്ന വഴി
സംഘത്തിൻ്റെ പ്രവർത്തനമാണ്. നമ്മുടെ നാട്ടിൽ വിദ്യാലയത്തിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ ദേശഭക്തി വളർത്തുവാനുള്ള പരിശ്രമങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ടെങ്കിലും അവയൊക്കെ ഓഗസ്റ്റ് 15-നോ ജനുവരി 26-നോ മാത്രമോ ആയിട്ടുള്ള ചില സാങ്കേതിക പരിപാടികൾ മാത്രമായി അവശേഷിക്കാറാണ്. പക്ഷെ സംഘത്തിൻ്റെ ശാഖയിലൂടെ സംഘഭക്തി ഒരു സ്വയംസേവകൻ വളർത്തുമ്പോൾ അത് കേവലം സംഘടനയോടുള്ള ഭക്തിയല്ല. ഈ സംഘടന വഴി താൻ ഏതൊരു രാഷ്ട്രത്തെയാണോ ഉയർത്തേണ്ടത്, ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും ആരാധ്യയാക്കി തീർക്കേണ്ടത്, ആ രാഷ്ട്രത്തോടുള്ള ഭക്തിയും അവനിലുണ്ടാകുന്നു. അതുകൊണ്ട് അവൻ പറയാണ്, സംഘഭക്തിയോടൊപ്പം പുണ്യഭാരത ദേവിതൻ കഴലെൻ മനസ്സിലുറയ്ക്കണം. ആ അമ്മയുടെ പാദങ്ങൾ എൻ്റെ മനസ്സിൽ രാഷ്ട്രമാതാവിനോടുള്ള ഭക്തിയായി ഉറയ്ക്കണം. എന്ന് മാത്രമല്ല, ലക്ഷ്യരഹിതമായ ശൂന്യമായ ജീവിതം അത് മുഴുവൻ തന്നെ ഈ ഭാരതമാതാവിൻ്റെ ശോഭ കൊണ്ട് നിറയ്ക്കണം. അപ്പോൾ ഭാരതമാതാവിൻ്റെ അഭാവത്തിൽ, ഭാരതമാതാവിനെ പറ്റിയിട്ടുള്ള ചിന്തയുടെ അഭാവത്തിൽ എൻ്റെ വ്യക്തിജീവിതം ശൂന്യമായി തീരും എന്ന് സ്വയംസേവൻ ചിന്തിക്കുകയാണ്. അപ്പം വ്യക്തിജീവിതം പോലും സാർത്ഥകമായി തീരണമെങ്കിൽ അവിടെ രാഷ്ട്രത്തോടുള്ള ഭക്തി, രാഷ്ട്രത്തോടുള്ള സമർപ്പണം, രാഷ്ട്രത്തോടുള്ള ഭാവാത്മകമായ സമീപനം അത് ആവശ്യമാണ്. അത് കർഷകനായാലും ശാസ്ത്രജ്ഞനായാലും പടയാളിയായാലും ഭരണകർത്താവായാലും ഒരു സാധാരണ വീട്ടമ്മയായാലും അവരുടെ എല്ലാം ഹൃദയത്തിൽ ഈ രാഷ്ട്രമാതാവിൻ്റെതായ കാലിണകൾ അത് നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ രാഷ്ട്രത്തിനു വേണ്ടി അവർക്ക് വല്ലതും ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു ഭക്തി വളർത്താനാണ് സംഘം. അതുകൊണ്ട് സംഘം എന്ന ജപം എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളായി മാറണം. സംഘമാകണം എൻ്റെ ജീവിതം. കാരണം അതിലൂടെ മാത്രമേ ശൂന്യമായ എൻ്റെ ജീവിതത്തിൽ ഈ രാഷ്ട്രത്തിന് അനുകൂലമായ ചിന്തകൾ കടന്നു വരികയുള്ളൂ എന്ന് രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘത്തെ പ്രണയിക്കാൻ സ്വയംസേവകൻ പഠിക്കുകയാണ്. സ്വാർത്ഥ ചിന്തകൾ മായണം, പരമാർത്ഥ ബോധമുദിക്കണം, രാഷ്ട്രഭാവനയാൽ സ്വജീവിത ലക്ഷ്യമുള്ളിലുറക്കണം, ക്ഷുദ്രവൃത്തികൾ തേഞ്ഞുമാഞ്ഞു വിശാലമാവണമന്തരം, സംഘമൊരേ ജപം ഹൃദയത്തുടിപ്പുകളാകണം, സംഘമാവണം എൻ്റെ ജീവിതം എന്തു ധന്യമിതിൽ പരം. ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പരമാർത്ഥമായ ഘടന എന്താണ്? ആ ലോകത്തിൻ്റെ ഘടകങ്ങളായ ഓരോ വ്യക്തികളും സ്വാർത്ഥതക്കപ്പുറത്ത് പരഹിതത്തിനായി പ്രവർത്തിക്കുമ്പോഴാണ് ലോകത്തിന് നന്മയുണ്ടാകുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വിതൗട്ട് ഇൻഡിവിജ്വൽ സാക്രിഫൈസ് സോഷ്യൽ പ്രോഗ്രസ് അത് സാധ്യമല്ല. അല്ലെങ്കിൽ സാമൂഹ്യ പുരോഗതിക്ക് വ്യക്തിയുടെ സ്വാർത്ഥ സമർപ്പണം അനിവാര്യമാണ്. അങ്ങനെ സ്വാർത്ഥത ഉപേക്ഷിച്ച പരമാർത്ഥബോധം എന്നുള്ളത് സ്വാർത്ഥത ഉപേക്ഷിച്ചാൽ മാത്രമേ ഒരു വ്യക്തിയിൽ ഉണ്ടാകുള്ളൂ. എന്താണ് പരമാർത്ഥബോധം? അത് താൻ ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിൻ്റെ നന്മയാണ് തൻ്റെ നന്മ എന്ന ചിന്തയാണ്. എനിക്ക് മാത്രമായി ഒരു നന്മയില്ല, എനിക്ക് മാത്രമായി ഒരു സ്വാതന്ത്ര്യമില്ല, എനിക്ക് മാത്രം ഒരു സാമ്പത്തിക പുരോഗതിയില്ല. സമ്പൂർണമായ സമൂഹത്തിൻ്റെയും സാമ്പത്തികവും സാമൂഹ്യവുമായ പുരോഗതിയുടെ ഭാഗമാണ് എൻ്റെ പുരോഗതി എന്നതാണ് യഥാർത്ഥത്തിലുള്ള പരമാർത്ഥ ബോധം. അതല്ലാതെ എൻ്റെ മാത്രം കാര്യം എന്ന ക്ഷുദ്ര സ്വാർത്ഥതയിൽ ഒരു വ്യക്തി പെട്ടുപോയാൽ അത് സമൂഹത്തിന് ആകമാനം നാശമുണ്ടാക്കും. അതുകൊണ്ട് സമൂഹത്തിൻ്റെ പുരോഗതിയാണ് എൻ്റെയും പുരോഗതി എന്ന പരമാർത്ഥ ബോധം എന്നിൽ ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കണം, അതിനുവേണ്ടി മാത്രമേ ഞാൻ പ്രവർത്തിക്കുള്ളൂ എന്ന ക്ഷുദ്രമായ വൃത്തത്തിൽ നിന്ന് ആ ക്ഷുദ്രമായ താല്പര്യങ്ങളെ മയച്ച് എന്നെ വിശാലമായ സമൂഹ ബോധത്തിലേക്ക് നയിക്കണം എന്ന് നമ്മൾ ഈ വരികളിൽ പ്രാർത്ഥിക്കുകയാണ്. മുഗ്ധമോഹന രൂപമാർന്നു വരുന്ന മായകളാകിലും
ക്രുദ്ധരൂപമിയെന്ന ഭീകര ശത്രു സഞ്ചയമാകിലും യജ്ഞഭംഗമിയറ്റുവോരെ അരിഞ്ഞു വീഴ്ത്തിയനാകുലം. സംഘസംഘമൊരേ ജപം ഹൃദയത്തുടിപ്പുകളാവണം. സംഘമാവണം എൻ്റെ ജീവിതം, എന്തോ ധന്യമിതിൽ പരം. സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് കുതിച്ചുയരുന്ന ഹനുമാനെ ആ യാത്രാമധ്യയിൽ രണ്ട് തരത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഒന്ന്, ഏറ്റവും ക്രുദ്ധതയാർന്ന ചില ശക്തികൾ ഹനുമാനെ തടുക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന്, വശ്യമായ ആഗ്രഹങ്ങളുമായി അല്ലെങ്കിൽ അപേക്ഷകളുമായി ചില ശക്തികൾ ഉയർന്നു വരും. ഹനുമാന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കാരണമായത് ഈ വശ്യമായ ശക്തികളുടെ പിടിയിൽപ്പെടാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചതുകൊണ്ടാണ്. ക്രുദ്ധമായി ഭീകരമായി ഉയർന്നു വന്ന ശക്തികളെ നിഷ്കരണം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഹനുമാന് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിത വളർച്ചയിൽ, ഒരു സമൂഹത്തിൻ്റെ ജീവിത വളർച്ചയിൽ ഇത് രണ്ടും തടസ്സമായി വന്നേക്കാം. സുഖസൗകര്യങ്ങൾ, പേര്, പ്രശസ്തി, പണം, ആഡംബരം, സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ മോഹനങ്ങളായ പ്രതീക്ഷകളായി നമ്മളെ വഴിതെറ്റിയേക്കാം. അതിനപ്പുറത്ത് പ്രതിസന്ധികളുടെ, വെല്ലുവിളികളുടെ, അക്രമങ്ങളുടെ, പരിഹാസത്തിൻ്റെ ഒക്കെ തന്നെ ക്രുദ്ധമായ രൂപങ്ങളും നമ്മളെ വഴിയെ തടസ്സപ്പെടുത്തിയേക്കാം. ഈ രണ്ട് തടസ്സങ്ങളെയും അതിക്രമിച്ചുകൊണ്ട്, അതിലംഘിച്ചുകൊണ്ട് താൻ ഒരു യജ്ഞമാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ യജ്ഞമാർഗത്തെ നശിപ്പിക്കാൻ വരുന്നവരെ നിഷ്കരുണം ഇല്ലാതാക്കി വേണം ഈ യജ്ഞം വിജയിപ്പിക്കാൻ ശ്രീരാമചന്ദ്ര ഭഗവാനെ വനത്തിലേക്ക് അയച്ചത് ഈ ദൗത്യത്തോടു കൂടിയായിരുന്നു. യജ്ഞം ചെയ്യുന്ന ഋഷീശ്വരന്മാരുടെ യജ്ഞത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായ ക്രൂരശക്തികളെ മുഴുവൻ അരിഞ്ഞു തള്ളണം. രഘുകുലത്തിൻ്റെ കർത്തവ്യം അതാണ്, രഘുകുല രാജാക്കന്മാരുടെ കർത്തവ്യം അതാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഋഷീശ്വരന്മാർ രാമചന്ദ്ര ഭഗവാനെയും ലക്ഷ്മണനെയും വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അവർ വനത്തിൽ ചെയ്ത പ്രവൃത്തിയും അതായിരുന്നു. ഒന്നൊന്നായി കണ്ടകഹീനമാക്കി ആ വനത്തെ. ദുഷ്പ്രവൃത്തികൾ ചെയ്ത് യജ്ഞത്തെ മുടക്കുന്നവരെ മുഴുവൻ ഇല്ലാതാക്കി. ഈ ഒരു കർത്തവ്യം ഇന്നത്തെ ജീവിതത്തിലും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നാം ചെയ്യുന്നതായ രാഷ്ട്രത്തിന് അനുകൂലമായ യജ്ഞം, സമൂഹത്തെ ഏകീകരിക്കാനുള്ള യജ്ഞം, അഴിമതി സമൂഹത്തിൽ നിന്ന് മാറ്റിയെടുക്കുവാനുള്ള യജ്ഞം, സ്വാർത്ഥതക്കുപരി സമൂഹബോധം ഉണ്ടാക്കുവാനുള്ള യജ്ഞം, നാട്ടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ധനം സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്ന ക്ഷുദ്രവൃത്തികളിൽ നിന്ന് സമൂഹത്തെ മാറ്റിയെടുക്കുവാനുള്ള യജ്ഞം, ഇത് നമ്മൾ തുടർന്നു പോകുമ്പോൾ ആ യജ്ഞത്തെ തകർക്കാൻ വേണ്ടി വരുന്നതായ ശക്തികളെ യാതൊരു മടിയുമില്ലാതെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അതിന് സംഘം എന്നുള്ള ജപം അനിവാര്യമാണ്. സംശയങ്ങളകന്നകന്നു മനസ്സു നിർമ്മലമാകണം. ധ്യേയനിഷ്ഠ തെളിഞ്ഞെരിഞ്ഞു പ്രദീപ്തമാകണമുൾത്തടം. പേക്കിനാവിലും ഉള്ളിലുൾക്കട സംഘനിഷ്ഠ ജ്വലിക്കണം. സംഘമൊരേ ജപം ഹൃദയത്തുടിപ്പുകളാകണം. സംഘമാവണം എൻ്റെ ജീവിതം, എന്തു ധന്യമിതിൽ പരം. നമ്മൾ ഏത് സമൂഹത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, ആ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ സമൂഹത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ വരും. സമൂഹം തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. ഇങ്ങനെ ഓരോ വ്യക്തിയെയും പരിവർത്തനം ചെയ്ത് സഞ്ചരിച്ച് നാടിനെ അതിൻ്റെ സമ്പൂർണമായ ഉയർച്ചയിലേക്ക് എത്തിക്കാം എന്ന വിശ്വാസം മൂഢമല്ലേ എന്ന സംശയങ്ങൾ ഉണ്ടാകാം. സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ
ഇച്ഛുകനായ വ്യക്തിയെ നിസ്വാർത്ഥനാക്കാൻ പറ്റുമോ എന്ന സംശയം ഉണ്ടാകും. കുടുംബങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് സമൂഹ പ്രവർത്തനം ചെയ്യുവാൻ സമയം കിട്ടുമോ എന്ന സംശയം ഉണ്ടാകും. ഇങ്ങനെ ഓരോ സംശയങ്ങൾ ഉയർന്നു വരുമ്പോഴും ആ സംശയങ്ങളെല്ലാം അകന്നകന്ന് ഈ ലക്ഷ്യമാർഗത്തിൽ മനസ്സ് നിർമ്മലമായി സഞ്ചരിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിരന്തരമായ ദേയനിഷ്ഠ മനസ്സിൽ ഉദിച്ചു നിന്ന് വഴികളെയെല്ലാം പ്രദീപ്തമാകണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ രാത്രിയിൽ കാണുന്ന ദുസ്വപ്നങ്ങളിൽ പോലും രാഷ്ട്രഹിതത്തിനായിട്ടുള്ള രംഗങ്ങളെ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പേക്കിനാവിനുള്ളിലും ഉൾക്കട സംഘനിഷ്ഠ ജ്വലിക്കണം. ഇങ്ങനെ ഒരു സ്വയം സേവകൻ രാഷ്ട്രത്തോടുള്ള തൻ്റെ ഭക്തി അത് പ്രത്യക്ഷമായി പ്രകടമാക്കുന്നത് ആ രാഷ്ട്രത്തെ ഉയർത്തുന്നതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയോടുള്ള സമർപ്പണം കൊണ്ടാണ്. ഈ ഒരു സംഘഭക്തി, സംഘനിഷ്ഠ, സംഘത്തോടുള്ള സമർപ്പണം അത് ജ്വലിപ്പിച്ചു നിർത്താൻ ഇത്തരം ഗീതങ്ങൾ അനിവാര്യമാണ്. സംഘമൊരേ ജപം ഹൃദയത്തുടി പുകളാകണം, സംഘമാവണം എൻ്റെ ജീവിതം, എന്തു ധന്യമിതിൽ പരം.